ജോൺ അഗസ്റ്റസ് റോബ്ലിംഗ് എന്ന എഞ്ചിനീയർക്ക് ഒരു സ്വപ്നമുണ്ടായിരുന്നു. ന്യൂയോർക്കിലെ ഈസ്റ്റ് നദിക്ക് കുറുകെ ഒരു പാലം പണിയുക. പക്ഷേ എല്ലാവരും പറഞ്ഞു അത് അസാധ്യമാണെന്ന്. നദിയുടെ കുത്തൊഴുക്കും വലിയ കാറ്റും അതിന് തടസ്സമായി മാറുമെന്ന്. പക്ഷെ തൻ്റെ സ്വപ്നത്തെ ഒഴിവാക്കാൻ അദ്ദേഹം തയ്യാറായില്ല. അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട പുത്രൻ വാഷിംഗ്ടൺ റോബ്ലിംഗ് എഞ്ചിനീയറായി വന്നപ്പോൾ അച്ഛൻ്റെ ഭ്രാന്തിന് കൂട്ടുനിന്നു. അങ്ങനെ അവർ പണി ആരംഭിച്ചു. വളരെ പെട്ടെന്ന് തന്നെ റോബ്ലിങ്ങിന് അപകടമുണ്ടായി. ടെറ്റനസ് ബാധിച്ച് അദ്ദേഹം മരിച്ചു. ഇപ്പോൾ മകൻ വാഷിംഗ്ടൺ റോബ്ലിങ്ങിന്റെ മുമ്പിൽ രണ്ട് മാർഗങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. അച്ഛൻ്റെ സ്വപ്നം പാതി വഴിയിൽ ഉപേക്ഷിച്ച് മടങ്ങുക, അല്ലെങ്കിൽ ആ സ്വപ്നം പൂർത്തിയാക്കാൻ ശ്രമിക്കുക. വാഷിംഗ്ടൺ റോബ്ലിംഗ് തൻ്റെ അച്ഛൻ്റെ സ്വപ്നം പൂർത്തിയാക്കാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ പണികൾ ആരംഭിച്ചു. പാതി വഴിയായപ്പോൾ വെള്ളത്തിൻ്റെ മർദ്ദവും മറ്റും മൂലം അദ്ദേഹത്തിന് അസുഖം പിടിപെടുകയും അദ്ദേഹത്തിൻ്റെ ആരോഗ്യം ക്ഷയിക്കുകയും അദ്ദേഹം ശരീരമാസകലം തളർന്ന് കിടപ്പിലാവുകയും ചെയ്തു. അപ്പോൾ തൻ്റെ ശരീരത്തിലെ ഏക അനക്കാവുന്ന അവയവം ഒരു വിരൽ മാത്രമായിരുന്നു. അദ്ദേഹം തോൽക്കാൻ തയ്യാറായില്ല. തൻ്റെ ഭാര്യയ്ക്ക് എമിലി റോബ്ലിങ്ങിന് തൻ്റെ അനക്കാവുന്ന ആ വിരൽ ഉപയോഗിച്ച് സന്ദേശം കൈമാറി എഞ്ചിനീയർമാർക്ക് എത്തിച്ചു കൊടുത്തു. അങ്ങനെ അവർ ആ പണി തുടർന്നു. എമിലി റോബ്ലിംഗ് 11 വർഷക്കാലം ഈ സന്ദേശം തൻ്റെ പ്രിയപ്പെട്ടവനെ ശുശ്രൂഷിച്ച് ഈ സന്ദേശം എഞ്ചിനീയർമാർക്ക് എത്തിച്ചു കൊടുത്താണ് ബ്രൂക്ലിൻ പാലത്തിന്റെ പണി പൂർത്തിയായത്. അങ്ങനെ ആ പണി പൂർത്തിയായപ്പോൾ എല്ലാവരും അസാധ്യമെന്ന് വിധി എഴുതിയ ആ പാലം ഉദ്ഘാടന വേദിയിൽ അമേരിക്കയുടെ പ്രസിഡന്റ് ആർതർ ചെസ്റ്റണും പങ്കെടുത്തിരുന്നു. ഇന്നും നിശ്ചയദാർഢ്യത്തിന്റെ പ്രതീകമായി ഈസ്റ്റ് നദിക്ക് കുറുകെ ഈ ബ്രൂക്ലിൻ ബ്രിഡ്ജ് ഉയർന്നു നിൽക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാവും. നമ്മുടെ തളർന്നു പോയതിനെ കുറിച്ച് അല്ല നമ്മൾ ചിന്തിക്കുന്നത്. തളരാത്ത ആ ഒരു വിരൽ വെച്ച് അവർ അത് ചെയ്തെങ്കിൽ ആ തളരാത്ത നമ്മുടെ ചലിക്കുന്ന ശരീരത്തിന്റെ ഭാഗങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും നേടാൻ നമുക്കാവണം. കാരണം തളരാത്ത നിശ്ചയദാർഢ്യം കൊണ്ടാണ് ഈ ലോകത്തിൽ നമ്മൾ കേൾക്കുന്ന എല്ലാ പ്രചോദനാത്മക കഥകളുടെയും അടിസ്ഥാനം. നമുക്കും അതിന് കഴിയണം. നിങ്ങൾക്ക് ഇങ്ങനെ മനോഹരമായ കഥകൾ, പ്രചോദനാത്മക കഥകൾ നിങ്ങളുടെ മക്കൾക്ക് വായിച്ച് വളരണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ എഴുതിയ വിത്ത് എന്ന പുസ്തകത്തിൽ ആ കഥകൾ ഉണ്ട്. നിങ്ങൾക്ക് തീർച്ചയായും ഈ പുസ്തകം സഹായകമാവും. ആവശ്യമുള്ളവർ ഈ വീഡിയോയിലെ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്.